പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന ചിന്ത എന്ന് പറയുന്നത് ആത്മീയ മന്ദതയും മധ്യസ്ഥതയും, സ്പിരിച്വൽ സ്ലോനെസ് ആൻഡ് മെഡിറ്റേഷൻ. വിശുദ്ധ ബൈബിൾ ഇങ്ങനെ പറഞ്ഞു, വെളിപ്പാട് 3:16 നീ ഏത് ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല എന്ന് വരികയാൽ ശീതോഷ്ണവാനാകിയാൽ നിന്നെ ഞാൻ എൻ്റെ വായിൽ നിന്ന് ഉമ്മിണ്ട് കളയുമെന്നൊരു വചനമാണ്. നമ്മൾ ആത്മീയമായി ചൂടുള്ളവരാണോ അതോ തണുത്തു പോയോ എന്നൊരു ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട്. ലവോദിക്യ സഭയ്ക്ക് ലഭിച്ച താക്കീതിനെ കുറിച്ച് ഒന്ന് ചിന്തിച്ചാലോ? സഭയിലുണ്ട്, എന്നാൽ ആത്മീയമായി തണുത്തുറഞ്ഞ അവസ്ഥയിലാണ്. ലോകത്തിൻ്റെ ഒഴുക്കിനൊപ്പം അനങ്ങാതെ ഒഴുകിപ്പോകുന്ന അവസ്ഥയാണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ജീവനുള്ള മീൻ വെള്ളത്തിൻ്റെ ഒഴുക്കിനെതിരെ നീന്തും, എന്നാൽ ചത്ത മീൻ വെള്ളത്തിൻ്റെ ഒഴുക്കിനൊപ്പം ഒഴുകിപ്പോകും. ഇന്ന് നമ്മുടെ ആത്മീയ ജീവിതം ജീവൻ ഉള്ളതാണോ അതോ ചത്തതാണോ? പള്ളിയിൽ പോകും, പ്രാർത്ഥിക്കും, എന്നാൽ ലോകത്തിൻ്റെ തിന്മകൾ കാണുമ്പോൾ അതിനെതിരെ നിലകൊള്ളാനോ ദൈവത്തിനു വേണ്ടി ജ്വലിക്കാനോ തീഷ്ണതയില്ല. ഈ ആത്മീയ മന്ദത ലൗകികതയുടെ വലിയൊരു ലക്ഷണമാണ്. അതുകൊണ്ട് നമ്മൾ ദൈവസന്നിധിയിൽ ഒരു തീരുമാനമെടുക്കാൻ കഴിയട്ടെ. ലെറ്റ്സ് rekindle our prayer life and love for God that have grown cold with the fire of the Holy Spirit. തണുത്തുപോയ പ്രാർത്ഥനാ ജീവിതത്തെയും ദൈവ സ്നേഹത്തെയും പരിശുദ്ധാത്മാവിൻ്റെ തീയാൽ എന്നെ വീണ്ടും ജ്വലിപ്പിക്കണമേ, അല്ലെങ്കിൽ ജ്വലിപ്പിക്കാൻ ഞാൻ തയ്യാറാകും എന്നൊരു തീരുമാനം നമുക്ക് എടുക്കാൻ കഴിയണം. അതുകൊണ്ട് സർവശക്തനായ ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ ഞങ്ങളുടെ തണുത്തുപോയ ആത്മീയ ജീവിതത്തിലേക്ക് അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അയക്കണമേ എന്ന് പ്രാർത്ഥിച്ചാൽ, അങ്ങയ്ക്ക് വേണ്ടി ജ്വലിക്കുന്ന തീഷ്ണതയുള്ള മക്കളായി ഞങ്ങൾ ഈ ലോകത്തിൽ കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചാൽ അത് നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമാകും. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.